ഗായ്സ് എല്ലാവരും സ്മാർട്ട് അല്ലേ ഗായ്സ്? ഞാൻ എന്തായാലും നല്ല രീതിക്ക് ഒരു സ്മാർട്ട് തന്നെയാണ് ഗായ്സ്. അപ്പൊ ഞാൻ പതിപോലെ വീണ്ടും ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പണിയല്ലേ നമ്മളെ വിഷയം. ഞാനിന്ന് നിങ്ങൾക്കൊരു എൻ്റെ ലവ് സ്റ്റോറി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടാ. തിയറി ഓഫ് മൈ ലവ് സ്റ്റോറി ഗായ്സ്. അത് പറയാമെന്ന് പറഞ്ഞ് ഇന്ന് ഇറങ്ങിയല്ല. പണിക്ക് പോണതിനിടയിൽ ഞാൻ കാണിച്ചില്ല. ഒരു ടാസ്ക് കിട്ടി ഗായ്സ്. ഈ വണ്ടിയുടെ ഒരു പരിവം കണ്ട മൽക്കാട് കട്ടായി പോയിട്ട് വന്ന വഴി കിട്ടിയ അഴുക്കാണ്. ചെളി മൊത്തം തെറിച്ചു. ടാങ്കൊക്കെ മൊത്തം ട്രിപ്പായത്. ഇതിനെക്കുറിച്ച് ഞാനൊരു കാര്യം ഗതാഗത മന്ത്രിയോട് എനിക്ക് പറയണം ഗൈസ്. അതെന്തായാലും ഞാൻ പറയാം. ഞാൻ എന്തായാലും ഓഫീസിലായിട്ട് കയറിയിട്ട് ലവ് സ്റ്റോറി ആക്കണേ. ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് ഓഫീസിൽ കയറുന്നു, പണിക്ക് പോകാനുള്ള ആദ്യത്തെ കടയെത്തട്ടെ. അവിടെ എത്തിയിട്ട് ഞാൻ പറയാം ഗൈസ്. ഞാനിന്ന് ഫസ്റ്റ് വന്നെത്തിയിരിക്കുന്നത് കല്ലൂർ സ്റ്റോറിലാണ് കേട്ടോ. അപ്പോൾ ഈ കാണാണ് കല്ലൂർ സ്റ്റോർ. ഞാനിന്ന് പണിക്കൊപ്പം ലവ് സ്റ്റോറി ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇന്ന കഥ കേട്ടോളൂ. ഫോറമാളില് അതും ഒരു ക്രിസ്മസിന്റെ തലേ ദിവസം അന്നാണ് എൻ്റെ ഈ കഥ തുടക്കം കുറിക്കണത്. അന്നത്തെ ആ ദിവസം ക്രിസ്മസിന്റെ തലേ ദിവസം ആയതുകൊണ്ട് ചെറിയൊരു പാർട്ടിയും പരിപാടിയൊക്കെ ഓഫീസിലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ലെൻസ് കാർട്ടിലെ വർക്കും കഴിഞ്ഞ് നേരെ ഒന്ന് ഫോറമാളൊക്കെ ഒന്ന് കണ്ട് ചുറ്റി കറങ്ങാലാന്നോർത്ത് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ജസ്റ്റ് ഒരാൾ അവിടെ ഇരുന്ന് ക്രിസ്മസ് ട്രീ ഒരുക്കിക്കൊണ്ടിരിക്കണേ. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഓൺ ദ സ്പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാളാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവൻ കൂട്ടത്തിലെ കാണുമല്ല, എല്ലാ കൂട്ടത്തിലും കാണുമല്ല കൂട്ടുകാരൻ. എടാ പോയി പറയടാന്ന് പറഞ്ഞ പ്രഷർ ചെയ്ത് ഞാനപ്പോൾ തന്നെ എന്ന് നൈസായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ എന്നെ അവളോട് എന്നിട്ട് ചോദിച്ചു ഇപ്പം ആയിരുന്നാന്ന് ചോദിച്ചു. അവൾ പറഞ്ഞാൽ എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടുത്തെ മാനേജർ ഓടി വന്നേക്കണേ. എന്നെ പരിചയമുള്ളൊരു പുള്ളിക്കാരനൊരു ഷൈക്കാൻ്റെ എന്നിട്ട് എന്ന് ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല ചേട്ടാ, അത് കൊച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടമാണെന്ന് പറയാമെന്നാണെന്ന് പറഞ്ഞു ചേട്ടാ. അതന്നെ അവള് ഇല്ലാണ്ടായി പോയ പോലെ എനിക്ക് തോന്നി. ഞാൻ ഒരു ഹാപ്പി ക്രിസ്മസും പറഞ്ഞ് ഞാൻ പോകുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നിന്ന് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാൻ റിസൈനിലാണ്, ഈ മാസം കൂടിയുള്ളു, ഈ മാസം കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തന്നെ തകർന്നു പോയി ഗൈസ്. പിന്നെ കുറേ നാളത്തേക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാമിലപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ എന്നോട് എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അവളൊരു കല്യാൺ സിൽസിലാണെന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു തനിക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് ചോദിച്ചു. യു സ്റ്റിൽ ലൈക്ക് മീ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടമാണു എന്നുള്ള സാധനം വീണ്ടും പറഞ്ഞ് ഏകദേശം വീണ്ടും ഞാൻ കല്യാൺ സിൽസിൽ പോകാൻ തുടങ്ങി. 4ാമത്തെ ദിവസം പോകാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ദിവസം അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് മുമ്പത്തെ ദിവസം അവൾ ലീവായിരുന്നു. ഞാൻ അവിടെ ചെന്ന ദിവസം കാണാൻ പോയി. അപ്പം ഞാൻ ഒരു ചെറുക്കനോട് ചോദിച്ചു പോയി, അറിയാണ്ട് ചോദിക്കണ്ടായിരുന്നെന്ന് പിന്നീട് തോന്നിയത്. ചോദിച്ചു പോയി അവൾ ലീവാണാന്ന് ചോദിച്ചു. അവൾ പറഞ്ഞാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ആ വേട്ട ചെറുക്കൻ അവിടെ നാട് മൊത്തവും പറഞ്ഞു നടന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആ പ്രശ്നമെന്ന് എനിക്കറിയില്ല. ആ ഒരു സാധനം കാരണം എന്നെ നൈസായിട്ട് അവിടെ കൊണ്ട് ബ്ലോക്കാക്കി കളഞ്ഞു. ഞാൻ ബ്ലോക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി 10 മണി വരെ ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. അത് അറിയില്ല പുറത്തേനെ പറയാനും പോസ്റ്റ് അടിച്ചിരുന്നു. അവിടെ നിന്ന് നോക്കി ഇരുന്നിട്ട് ആരെയും കാണാനില്ല. സെക്യൂരിറ്റിക്കാരനൊക്കെ കമ്പനിയൊക്കെ അടിച്ച് അവിടെ നിന്ന് കേട്ടാ. കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്ന് മറ്റേ ചെറുക്കൻ്റെ അണ്ണാക്കിലാട്ട് കയറി കൊടുത്തു. അതെന്ത് ചെയ്യാൻ പറ്റും. പണിയൊക്കെ തീർത്തിട്ട് വന്ന ശേഷം ഞാൻ ചേട്ടൊരു ഊണ് മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടാ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ വന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ആണെങ്കിൽ ബ്ലോക്കിലാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. ആ പ്രേമോണ എൻ്റെ മനസ്സിൽ തലക്ക് പിടിച്ചുപോയി. ആ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇപ്പം ഞാനത് മറന്നാണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലാണ്ട് ഇങ്ങനെ പ്രേമത്തിൻ്റെ ഒരു ഘട്ടം വക്കിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാനിതൊക്കെ തുടക്കം കുറിച്ചൊരു സ്ഥലമില്ലേ ഫോറമാൾ, അവിടെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. ഫോറമാളിലാട്ട് ഗായ്സ് എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങോട്ട് എല്ലാം അവസാനിപ്പിക്കാനാണ് ഗായ്സ്. എൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പൊ ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചങ്ങ് പോവുകയാണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് ബെല്ലൈക്കണും കൂടി അങ്ങോട്ട് നെക്കി അങ്ങോട്ട് പിടിച്ചോ ഗായ്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.